ആരെല്ലാം മറച്ചു വെച്ചാലും ദൈവനിയോഗമുള്ളവരെ ആരെല്ലാം കാട്ടി തള്ളിയാലും പദവികളൊന്നും കൊടുത്തില്ലെങ്കിലും യോഗ്യതയില്ലെന്ന് പറഞ്ഞ കാട്ടി തള്ളിയാലും ആട്ടിടേനാക്കി ഒതുക്കാമെന്ന് വെച്ചാലും സ്വർഗവരവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി നോക്കുന്നത് ആരാധനയില്ല. അവൻ ദൈവത്തോടെ സ്നേഹത്തില്ല, ദൈവത്തോടെ വിശ്വസ്തതയില്ല. ദാവീദിനെ കർത്താവ് പുറത്തു കൊണ്ടുവന്നിട്ട് അവരുണ്ടോ? ഓ അവരെ വിളിപ്പിൻ, അവരെ വിളിപ്പിൻ, അവരെ ദാവീദിനെ ചെന്ന് ദാവീദിനെ ചെന്ന് വിളിക്കുമ്പോഴേ എത്ര ആടും കാര്യമൊക്കെ ഉണ്ട്. എന്തിനാ എന്നെ വിളിച്ചേ? ശംഭുവിനെ വിളിക്കുന്ന പറഞ്ഞ ആരാ ശംഭുവിന്? എന്തിനാ വിളിച്ചേ? സാറിന് അങ്ങനെ ഞാൻ ആനയോട് പോയ ഒരു കട്ടൻ ചായ പോലും എനിക്ക് തരാൻ വേണ്ടി ആരും വരാറില്ല. ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ വായിച്ച് ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കും. ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചോണ്ടിരിക്കുമ്പോ കാണാൻ സിംഹം ചാടി വരുന്നത്. സിംഹം ചാടി വന്നപ്പോൾ എന്ത് ചെയ്തു? സിന്നരം വായിച്ച് ആരാധിച്ച കൈകൊണ്ട് ഒരാട്ടിൻകുട്ടിയെ പോലെ അവയെ കീറി. ആട്ടിൻകുട്ടിയെ പോലെ അഭിഷേകം വായിക്കുന്ന ആരെല്ലാം തള്ളിയാലും തലകളൊക്കെ മാറ്റി വായിക്കുന്ന തലങ്ങളുണ്ടല്ലോ അത് ധോനിയാക്കുമാരെ ദാവീദ് അങ്ങനെ കിന്നരം വായിച്ചപ്പം കരടി വരുന്നു, സിംഹം വരുന്നു. ആരെല്ലാം വന്നാലും എന്ത് ചെയ്യും? അഭിഷേകമുള്ളവൻ ആരാധിക്കുന്നവന് ഒരാട്ടിൻകുട്ടി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പേപ്പർ ഇരുന്ന പോലെയുള്ളൂ. ഈ കാലത്ത് പിന്നെ ദൈവത്തിന്റെ ശക്തി ദാവീദിന്റെ ശക്തികളോട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദാവീദിന്റെ ബലം കൊണ്ട് അവന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ദൈവത്തിന്റെ ശക്തി അവനൊക്കെ വരുന്നവന് അതെപ്പോഴാ കിട്ടുന്നറിയാമോ? ഈ തൈലം വീണ ശേഷം. അവനെ അങ്ങനെ കാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. ശംഭുവിന് എന്ത് ചെയ്തു? ആ തൈലം മൊത്തം വെച്ചു. ഒരു നുള്ളി വീണാ മതിയെങ്കിലും ഒരു കൊമ്പിലെ തൈലം മൊത്തം ഇട്ടു. തലയിൽ വീണപ്പോൾ അവന്റെ തലയിൽ തൈലം വീണപ്പോൾ അവന്റെ ബുദ്ധിമണ്ഡലം ശോഭിക്കുന്നു. ആ തൈലം ഇങ്ങനെ കണ്ണിലേക്ക് വീണപ്പോൾ അവന്റെ ദർശനം വർദ്ധിക്കും. ആ തൈലം അവന്റെ കാതിലേക്ക് വീണപ്പോൾ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. കാതിലേക്ക് വീണപ്പോൾ ആ തൈലം നാവ് ചലിക്കാൻ തുടങ്ങി. ആ തൈലം വീണപ്പോൾ ശക്തിയെ തൈലം ഇങ്ങനെ അവന്റെ ഡ്രസ്സെ കൂടെ ഒക്കെ ഒഴുകി കാലുകളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക. അവനിട്ടേക്കുന്ന ഈ അവന്റെ ഒരു പൊക്കട സഞ്ചിയുണ്ട്, അതിലും അഭിഷേകത. പിന്നെ ഒരു എന്താ പറയുന്നേ, കറക്കി ഇങ്ങനെ കല്ലെറിയാൻ വെച്ചേക്കുന്ന കവണയുണ്ട്, അതിലും അഭിഷേകതയില്. അവൻ തുടർന്നല്ല അഭിഷേകം. കാരണം ഇങ്ങനെ അഭിഷേകമാണ്, അഭിഷേകമാണ്. അവനെ തൊട്ടാൽ അഭിഷേകം പ്രാപിക്കും. അവൻ നിന്നെ തൊടുന്നവർ നീ നിന്നെ തൊടുന്നവർ